ോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ എല്ലാ ദിവസത്തെ പോലെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിമതിക്കാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ദൈവപ്രവർത്തികളുടെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുന്ന സമയമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. ഇന്ന് കർത്താവ് ഇന്ന് സൂമിലും ലൈവിലും ഒക്കെ ആയിട്ട് ഈ പ്രാർത്ഥനയിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടെ പോകാം, പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. സകല പ്രതിസന്ധികളുടെ മേലും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പുത്രനിൽ വിശ്വസിക്കുന്നവർ നശിക്കത്തില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ നശിക്കത്തില്ല. സത്യാത്മാവും വ്യാജാത്മാവും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ കേട്ടു. ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദുരുപദേശങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പൊ കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിക്കത്തില്ല. അതിനെതിരെ വരുന്ന നമ്മുടെ വിശ്വാസത്തെ കളയാൻ നോക്കുന്നതെല്ലാം എടുത്ത് നിങ്ങൾ ദൂരെ കളയുക, എറിഞ്ഞു കളയുക. കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനങ്ങളെ കേൾക്കാം. തുടർമാനമായിട്ട് പിന്നെ നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കുന്നു. ഇന്നും ദൈവം നമ്മളെ സഹായിക്കും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് എന്നൊരു വാക്യമെടുക്കാം. ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്തൊരു വാക്യമാണ് ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ വാമൊഴിയായി വെളിപ്പെട്ട് വന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ദൈവരാജ്യത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അതിലെ ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ യേശു ക്രിസ്തു പ്രാർത്ഥനയെപ്പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. പ്രാർത്ഥനയെപ്പറ്റി, അതായത് മനുഷ്യന്റെ മുമ്പിൽ വിളങ്ങുന്ന പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന പ്രാർത്ഥനയും. അതിന് മുമ്പായിട്ട് ഞാനൊരു സാക്ഷ്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം സ്റ്റെല്ല സിസ്റ്റർ പറയാൻ തുടങ്ങിയത് അവരുടെ നെറ്റ്വർക്ക് കാരണം അത് ക്ലിയർ ആയില്ല. ആ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കത് പ്ലേ ചെയ്യുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓഡിയോ ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഓക്കെ. ഞാൻ ഇന്ന് പറയാൻ പോണ സാക്ഷ്യം എൻ്റെ ഫ്രണ്ട് ഗ്രേസിക്ക് വേണ്ടിയാണ്. ബ്രദറ് പാലാരിവട്ടത്ത് പ്രയറിന് വന്നപ്പം ഗ്രേസിയുടെ ഫ്രണ്ടും കൂടിയാണ് ബ്രദറിനെ കാണാൻ കയറിയത്. 2 പേർക്കും ബ്രദർ കൊടുത്ത ദൂത് ഏപ്രിൽ 15 2 പേരും ആ ദൂത് ഏറ്റെടുത്ത് ഗ്രേസിയുടെ മൂത്ത മകന് ജോലിയില്ലാണ്ട് ദുബായിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ കമ്പനിയിൽ നിന്ന് ജോലിയുടെ സമയം കഴിഞ്ഞു ഇരിക്കുന്ന സമയത്താണ് ബ്രദർ ഈ ദൂത് കൊടുത്തത്. അപ്പം ഗ്രേസി അത് ഏറ്റെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഈ ദൂത് എൻ്റെ മൂത്ത മകനായിരിക്കണേ, അവൻ നാട്ടിലേക്ക് തിരിച്ചു വരരുത്. കാരണം ഭാര്യയും 2 മക്കളും അവൻ്റെ കൂടെയുണ്ട്. നാട്ടിൽ വന്നാൽ അവരെയും കൊണ്ട് ജീവിക്കാൻ ഒരു സാധ്യതയില്ലാത്ത സാഹചര്യമാണ്. അപ്പം അവന് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞ്
ആ, കുറച്ച് കഴിഞ്ഞപ്പം ബ്രദർ വീണ്ടും സൂം മീറ്റിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു, ജോലിയില്ലാത്ത ആർക്കൊക്കെയോ കർത്താവ് ജോലി ലഭിക്കണമെന്ന് അങ്ങനെ പറഞ്ഞു. ഗ്രേസി വീണ്ടും അത് ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഖത്തറിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്ററും ജോയിൻ ചെയ്യാനും പറഞ്ഞ് 14-ാം തീയതി രാത്രി കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. കർത്താവിന് നന്ദി പറയണു. കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയണം, ബ്രദറിനോട് നന്ദി പറയണം. രണ്ടാമത്തത് ഗ്രേസിയുടെ സാക്ഷ്യം. ഗ്രേസി ഒരു ക്യാൻസർ രോഗിയാണ്. ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ന്യൂട്രസ് എടുത്ത് കളഞ്ഞു. പ്ലാസ്റ്റിക് ആമേൻ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ രണ്ടാമത്തെ സഹോദരി പറഞ്ഞ സാക്ഷ്യം നമ്മൾ നേരിട്ട് കേട്ടതാണ്. ആ സഹോദരി നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞ നിമിത്തം മറ്റു ബ്രസ്റ്റിലേക്കും ആ ഒരു ക്യാൻസറിന്റെ ബാധിക്കപ്പെട്ടു എന്നൊരു കാര്യത്തെപ്പറ്റി ഡോക്ടർ പറഞ്ഞതും, അതിനുശേഷം കർത്താവിന്റെ പ്രാർത്ഥനയാലും വിശ്വാസത്താലും ദൈവം, ആ ഡോക്ടർ തന്നെ പറഞ്ഞു ചികിത്സകളൊന്നുമില്ല, അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, മറ്റു ബ്രസ്റ്റ് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് വന്ന സഹോദരി കഴിഞ്ഞ ദിവസം നേരിട്ട് ആ സാക്ഷ്യം പറഞ്ഞിരുന്നു, ഞാൻ വിശ്വസിക്കുന്നത് കേട്ടായിരുന്നു നമ്മൾ. അപ്പോൾ സഹോദരി പറഞ്ഞ രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവിക, അത് കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സാക്ഷ്യം കേൾക്കാനുണ്ട്, 2 സാക്ഷ്യം കൂടെ. അത് നമുക്ക് നാളെ കേൾപ്പിക്കാം. അത് ഞാനിത് റെക്കോർഡിങ്ങിലോട്ട് അത് കൺവേർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് ടൈം കിട്ടിയില്ല. 2 സാക്ഷ്യം കൂടി ഉണ്ടെങ്കിലും 2 കാര്യങ്ങൾ. ഒന്ന്, ആലോചനയുടെ നിവൃത്തി. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പോലും അറിയാത്ത ഏതെങ്കിലുമൊക്കെ ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അതിനെ എടുത്തു മാറ്റുന്നതാണ്. പ്രാർത്ഥന നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വഴിത്തിരിവ് നൽകുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ പ്രാർത്ഥനയുടെ ശക്തിയാൽ കഴിയും. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനയെ പറ്റി പറയുന്നത് കൊണ്ടാണ്, ഇന്നത്തെ ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ന് ആ സാക്ഷ്യം കേൾപ്പിക്കുവാൻ ഇവിടെയായി തീർന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അകത്ത് വരുന്ന സമയത്ത് യേശുക്രിസ്തു വാമൊഴിയായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പ്രതിഫലം തരും. 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യന് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർ പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിലുള്ള കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് അവർ കരുതുന്നുവല്ലോ. നോക്കിക്കേ, നിങ്ങൾ അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് യാചിക്കാന്നല്ല, ഫോർ യു ആസ്ക്, ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പൊ നോക്കിയേ, 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. അപ്പൊ എന്താണ് ഈ രഹസ്യത്തിലെ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, എന്താണ് രഹസ്യമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞില്ലേ, രഹസ്യം പറയുന്നത് എങ്ങനെ? നമ്മൾ രഹസ്യം പറയുന്നത് ഒരിക്കലും ഉച്ചത്തിലല്ല, അല്ലേ? നമ്മൾ ഒരാളുടെ രഹസ്യം പറയുന്നത് എപ്പോഴും അവരുടെ കാതിൽ പോയി അവരോട് പയ്യെ നമ്മൾ എന്ത് ചെയ്യുന്നു? രഹസ്യങ്ങൾ പറയുന്നു. അപ്പം ഇവിടെ പ്രാർത്ഥനയെ പറ്റി പറയുകയാണ്, നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. രഹസ്യത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാ? രഹസ്യമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാതെ, അല്ലെ ഒച്ചയും ബഹളമൊന്നും കൂടാതെ, മറ്റുള്ളവരെ അറിയിക്കാതെ നമ്മുടെ പേഴ്സണൽ ബന്ധമായിട്ട് ദൈവവും നിങ്ങളും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് രഹസ്യ പ്രാർത്ഥന. അതായത് ഒരാൾ രഹസ്യം പറയുമ്പോൾ എങ്ങനെയാണ്? 2 പേര് മാത്രമേ അവിടെ അറിയുന്നുള്ളൂ. 2 വ്യക്തികൾ തമ്മിൽ രഹസ്യം പറയുന്നുവെങ്കിൽ അവിടെ 100 പേരുണ്ടെങ്കിലും അവരോട് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് രഹസ്യമായി സംസാരിക്കുക. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിട്ട് കർത്താവിൻ്റെ കാതിൽ ഇങ്ങനെ പോയി പയ്യെ പയ്യെ പറയുക എന്നുള്ളതല്ല. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറയുന്നത്. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ കർത്താവ് ഒരു വാക്ക് ഉപയോഗിക്കുന്നത് നോക്കി,
എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, രഹസ്യത്തിൽ നീയോ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളിയിലും തിരുക്കോളിൽ നിന്ന് പ്രാർത്ഥിക്കും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് പ്രതിഫലം. അപ്പൊ പിതാവിനോടുള്ള പ്രാർത്ഥന നോക്കിക്കേ, ഈ വാക്ക് നോക്കിയേ, ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ല യേശു പറഞ്ഞത്, പിതാവിനോട് പ്രാർത്ഥിക്കുക. നോക്കിക്കേ, പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ ഇവിടെ ഈ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസം വരുന്നുണ്ട്. പിതാവിനോടുള്ള പ്രാർത്ഥനയും ദൈവത്തോടുള്ള പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ബൈബിൾ പറയുന്നു, ഇസ്രായേൽ മക്കളോട് നിങ്ങൾ ദൈവം എന്ന് ചോദിച്ചാൽ അവർ പറയും സാക്ഷാൽ സൈന്യങ്ങളുടെ യഹോവ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. പഴയ നിയമത്തിൽ പറയുന്നു, ഒരു പർവ്വതത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ ഒരു മൃഗമെങ്കിലോ കുഞ്ഞുങ്ങളെങ്കിലോ അതിൽ തൊട്ടാൽ അതിനെ കൊല്ലണമെന്ന് വിളിച്ചു പറയുന്ന ശബ്ദമായി നിൽക്കുന്നവൻ. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പറയോ, ഇനി ഞങ്ങളോട് സംസാരിക്കരുതേ, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നമ്മൾ ഭക്തന്മാരാണ്. അപ്പൊ ദൈവവും ഭക്തന്മാരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നു രഹസ്യത്തിലുള്ള പിതാവിനോടുള്ള പ്രാർത്ഥന. ഇവിടെ ബന്ധം മാറിയേ, ഇവിടെ നിങ്ങൾ ആരായി മാറിയിരിക്കുന്നു? പിതാവിനോട് സംസാരിക്കുന്ന മക്കളായി തീർന്നിരിക്കുന്നു. ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച്. അപ്പൊ നിങ്ങൾ ഒരു പിതാവിനോട് നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതേപോലെ ദൈവത്തോട് സംസാരിക്കുന്നതാണ് യേശു പറഞ്ഞ പ്രാർത്ഥന. ആമേൻ. അപ്പൊ പിതാവിനോട് എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? പിതാവിന്റെ മുമ്പിൽ പോയിട്ട് പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുകയാണോ അതോ നിങ്ങൾ ചോദിക്കുകയാണോ ചെയ്യുന്നത്? എൻ്റെ കൂടെ പറഞ്ഞ്, നിങ്ങളൊരു പിതാവിനോട്, നിങ്ങളുടെ സ്വന്തം പിതാവിനോട് നിങ്ങൾ പോയിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത് അപേക്ഷയാണോ അതോ ചോദ്യമാണോ? അല്ലേ? നിങ്ങളൊരു മാതാവോ പിതാവോ ആണെങ്കിൽ നിങ്ങളുടെ മക്കൾ വന്നിട്ട് പറയും എനിക്കൊരു പെൻസിൽ വേണം, എനിക്ക് ബാഗ് വേണം. അത് അപേക്ഷയല്ല, അത് ചോദിക്കുകയാണ്. നോക്കിക്കേ, അപ്പൊ ഇതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന യാചകന്റെ പ്രാർത്ഥനയാകരുത്, ദാസന്റെ പ്രാർത്ഥനയാകരുത്. ഈ ദാസന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകം ഞാൻ പറഞ്ഞില്ല, ഈ ബൈബിൾ ഒരു പ്രോട്ടോകോൾ പോലെ വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ദൈവം നിയമത്തിന്റെ അകത്ത് നിൽക്കുന്ന ദൈവമാണ്. ദൈവം വ്യവസ്ഥയ്ക്കകത്ത് വസിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അതാണ് ഇഷ്ടം. ദൈവം എപ്പോഴും നോക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഒരു ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചിലർ പറയും, ബ്രദറെ എനിക്ക് പേടിയാണ്, ഭയമാണ്, ദൈവസന്നിധിയിൽ വരിക്കും എനിക്ക് ഭയങ്കര വിറകലാണ്. നിങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണം ദൈവസന്നിധിയിലേക്ക് വരാൻ. നല്ല പിതാവ് നിങ്ങളെ അവിടെ കൊല്ലാനോ നശിപ്പിക്കാനോ നിൽക്കുന്ന ആളല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവ്. ഈ പിതാവിനോട് നിങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ, എഫെസ്യ ലേഖനമാണ് ഞാനീ പറഞ്ഞത്, ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയിൽ കഴിയുന്ന ദൈവത്തിന് മഹത്വം. ആമേൻ. ഇവിടെ നോക്കിയേ, അപ്പൊ പിതാവിനോടുള്ള പ്രാർത്ഥന രഹസ്യ പ്രാർത്ഥനയാകാൻ കാരണം അപ്പനും മക്കളും സംസാരിക്കുന്നത് അയൽവക്കക്കാരൻ കേട്ടാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പിതാവിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയേ, അപ്പാ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോ, അയൽവക്കക്കാരൻ കേൾക്കുന്നുണ്ടോ എന്നും പറഞ്ഞ്, അതെന്തൊരു ബുദ്ധിമുട്ടല്ലേ? നമ്മൾ അപ്പനും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് അയൽവക്കക്കാരൻ കേൾക്കാൻ വേണ്ടിയല്ല, അവരത് കേൾക്കുന്നത് നമുക്കിഷ്ടമല്ല, അല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുക, അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ നിങ്ങൾ മക്കളോടോ ഒക്കെ ഫോൺ ചെയ്യുമ്പോൾ വഴി നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പയ്യെ ഫോൺ പൊത്തിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറക്കെ പറയാത്തത്? നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പുറത്തെ ആളുകൾ കേൾക്കേണ്ട കാര്യമില്ല, വ്യക്തിപരമാണ്. അപ്പൊ ബൈബിൾ പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന ബന്ധത്തിന്റെ അകത്തുള്ള പ്രാർത്ഥന. ഇവിടെ നോക്കിയേ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അടച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് എന്നല്ലോ അവർക്ക് തോന്നുന്നത്, അവരോട് നിങ്ങൾ തുല്യരാകരുത്. അപ്പൊ എന്താണ് അവരുടെ പ്രത്യേകത? അവർ പ്രാർത്ഥിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയല്ല, അപ്പനോട് ഞാൻ സംസാരിക്കുകയാണ്.
അപ്പനോടുള്ള ബന്ധത്തിൻ്റെ അകത്ത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നതാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ മറ്റവരെങ്ങനെയാണ്? ജാതികൾ എങ്ങനെയാണ്? യേശുവിനെ അറിയാത്ത, ദൈവത്തിലേക്ക് വരാത്ത, കർത്താവിനെ സ്വീകരിക്കാത്ത, രക്ഷാമാർഗത്തിലേക്ക് വരാത്ത, ദൈവത്തെ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിക്കാത്ത ആളുകളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കണ്ടിട്ടില്ലേ? എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ ദൈവമേ. ഇതിങ്ങനെ അതിഭാഷണത്താൽ അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ ചിന്തയിൽ ഇപ്പൊ ഉത്തരം കിട്ടുമെന്ന. നോക്കി, ഇവിടെ വാക്യം നോക്കി, അവർ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരുടെ ചിന്തയിൽ ഞാനിങ്ങനെ ബഹളം വെച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ തമ്പുരാൻ പറയുകയാണ്, അവരോട് തുല്യരാകരുതേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന്. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഞാൻ ചോദിക്കുവാണേ, ഇപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണോ? ഇതാണ് ഇതിൻ്റെ മെയിൻ കാതലായ ഭാഗമേ. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഇപ്പോൾ നിങ്ങൾക്കത് ആവശ്യമെന്നോ? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ പിതാവ് അറിയുന്നു. അപ്പൊ ദൈവത്തിന് അറിയാം ഇപ്പോൾ അത് ആവശ്യമാണോ. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പിള്ളേരിങ്ങനെ വാശി പിടിക്കുമല്ലോ. നമ്മൾ ഇന്നലെ ഞാനൊരു വാർത്ത കാണാൻ ഇടയാത്തീർന്നു. 17 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ബൈക്ക് വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അത് പിതാവ് അത് വാങ്ങിച്ചു കൊടുത്തില്ല. ആത്മഹത്യ ചെയ്തൊരു വാർത്ത നിങ്ങളൊക്കെ കണ്ടു കാണും, പത്രത്തിലൊക്കെ അല്ലേ, വാർത്തയിലെ കണ്ടു കാണും. അപ്പൊ എന്തുകൊണ്ടാണ് ആ 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ആ ഒരു പയ്യൻ വാശി പിടിച്ചിട്ടും പിതാവ് വാങ്ങിച്ചു കൊടുക്കാഞ്ഞത്? അതുകൊണ്ട് ആ മകൻ മനം നൊന്ന് എന്ത് ചെയ്തു? അവൻ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടു. നമ്മൾ എന്തുകൊണ്ടാണ് പിതാവിനെ കുറ്റപ്പെടുത്താത്ത? പിതാവ് എന്തൊരു ദുഷ്ടനാണ്. ആ കുഞ്ഞിന് ആ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവൻ മരണപ്പെടത്തില്ലായിരുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നല്ലോ എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പിതാവിനെയോ മാതാവിനെ കുറ്റപ്പെടുത്താത്തത്? കാരണം ആ മകന് 17 വയസ്സേ ആയിട്ടുള്ളൂ. ഒരിക്കലും ഒരു പിതാവ് എന്ത് ചെയ്യത്തില്ല? വാങ്ങിച്ചു കൊടുക്കത്തില്ല. 18 വയസ്സാകാതെ ലൈസൻസ് കിട്ടത്തുമില്ല. അപ്പൊ അത് മോൻ അറിയത്തില്ലായിരുന്നു. അവന്റെ നിഷ്കളങ്കമായ മനസ്സിൽ അവൻ ചോദിച്ചു. ആ കുഞ്ഞിന് അറിവില്ലായ്മ കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ നിന്ന് അവൻ ആത്മഹത്യ ചെയ്ത് മാറ്റപ്പെട്ടു. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണത്. പിശാചിന്റെ ഒരു തന്ത്രമാണ്. ആ കുഞ്ഞു പോലും അറിയാതെ അവന്റെ മനസ്സിനെ കവർന്നെടുത്ത് ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്നും അവനെ വേർപെടുത്തി മാറ്റിക്കൊണ്ടുപോയി. പിതാവോ മാതാവോ അറിഞ്ഞില്ല. അവൻ ചിലപ്പം വാശി പിടിച്ച് ചിലപ്പോൾ കുറച്ചു നേരം കരഞ്ഞ് മാറിയിരിക്കുമെന്ന് അവർ ഓർത്തത്. പക്ഷെ പിശാച് അവന്റെ മനസ്സിനെ കവർന്നെടുത്ത് അവനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി. ഇതേപോലെ തന്നെ ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണം, നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ ചില സമയത്ത് നടന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം ദുഷ്ടനായതുകൊണ്ടല്ല. ദൈവത്തിന് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് ചോദിക്കുന്നതിന് മുമ്പേ പിതാവിന് അറിയാം. ഇപ്പൊ മനസ്സിലായോ? പക്ഷെ മറ്റവരെന്ത് ചെയ്യുന്ന അറിയാം? അപ്പൊ ജാതികൾ ഇങ്ങനെ ഒച്ചത്തി കൊടുത്ത് പറയുക, എന്നാ കർത്താവ് കിട്ടാത്തത്, എന്നാ കിട്ടാത്തത്, എന്നാ കിട്ടാത്തത്, തരാത്തത്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയരെ. പിതാവിന് അറിയാം എപ്പോൾ അത് വേണമെന്ന്. നമുക്കറിയാം, ഇപ്പൊ സ്കൂൾ തുറക്കുന്ന ഒരു സമയം കഴിഞ്ഞല്ലേ, പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ഒരു സമയത്ത് പിള്ളേർ ഇങ്ങനെ ടെൻഷൻ അടിക്കാറുണ്ട്. അയ്യോ, പുതിയ ബാഗോ പുതിയ കുടയോ പുതിയ യൂണിഫോമോ ഒക്കെ കിട്ടുമോ, കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾ ടെൻഷൻ അടിക്കാറില്ലല്ലേ? അവർ റെഡിയാണ്. സ്കൂൾ തുറക്കുമ്പോൾ എൻ്റെ മാതാവും പിതാവും എനിക്ക് എന്ത് തരും? എനിക്ക് നല്ല ചെരുപ്പ് അവർ മേടിച്ചു തരും, എനിക്ക് യൂണിഫോം മേടിച്ചു തരും, എനിക്ക് ബുക്കും പുസ്തകമൊക്കെ അവർ മേടിച്ചു തരും. കുഞ്ഞുങ്ങൾ ടെൻഷൻ അടിക്കാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് വേനൽക്കാല അവധിക്ക് അവർക്ക് യൂണിഫോം ഇട്ട് കൊടുക്കാത്തത്? ഇത്രയും നാൾ നമുക്ക് വേനൽക്കാല അവധിയായിരുന്നു അല്ലേ? ഒരു മാതാവോ പിതാവോ എന്ത് ചെയ്തില്ല? അവർക്ക് പുതിയ ഉടുപ്പ് മേടിച്ചു കൊടുത്ത, അതായത് യൂണിഫോം മേടിച്ചു കൊടുത്തില്ല, അവർക്ക് പുതിയ പുസ്തകങ്ങൾ മേടിച്ചു കൊടുത്തില്ല, അവരെ ഒരുക്കി നിർത്തിയില്ല. കാരണം പിതാവിനറിയാം ജൂൺ മാസത്തിലാണ്, അല്ലെങ്കിൽ പിതാവിനും അറിയാം സ്കൂൾ തുറക്കുന്ന ഒരു സമയത്താണ് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇതേപോലെ ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം തരും. അയ്യോ ബ്രദർ, എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണോ? അല്ലെന്നേ. ഇനി ഞാൻ ദൈവസന്നിധി നല്ലപോലെ വിശ്വസിക്കാത്തതുകൊണ്ടാണ്? അല്ലെന്നേ. തമ്പുരാൻ അറിയാം കേട്ടോ എപ്പോൾ തരണമെന്ന് പിതാവിന് അറിയാം. കാര്യം പിതാവിന് നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ശിശുക്കളാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശിശുക്കളാണ്. എന്നെ എപ്പോൾ തൊടണമെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ.
ഇവിടെ നോക്കിയേ, നിങ്ങൾ ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ പിതാവിനറിയാം. അപ്പൊ നമ്മുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥന എന്താണ്? പിതാവിനോട് നമ്മൾ ഇതെല്ലാം അറിയിക്കുകയാണ്. അപ്പാ, ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിന്റെ അകത്ത് അകപ്പെട്ടിരിക്കുക, എനിക്കറിയാം എൻ്റെ അപ്പൻ എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന അപ്പനാണ്. അപ്പൊ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടപ്പാ. ഇതാണ് നമ്മുടെ ബന്ധം. പ്രാർത്ഥന, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, പ്രാർത്ഥന ഒരു കണക്ഷനാണ്. നമ്മളിന്ന് ആ ശില സഹോദരി സാക്ഷ്യം പറഞ്ഞ സമയത്ത് കേട്ടില്ലേ, മകൻ ഇങ്ങനെ ജോലിയില്ലാതെ ഭാരപ്പെട്ട ഒരു വല്ലാത്തൊരു ഭാരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ജോലി ദൈവം തുറക്കാൻ വേണ്ടി പോയി. എന്തുകൊണ്ടാണ്? 3 മാസം പലരവട്ടത്തെ മീറ്റിംഗ് നടന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണോ? അന്ന് തുറക്കാൻ മേലായിരുന്നോ ദൈവത്തിന് വഴി? ഇല്ല. ദൈവത്തിനറിയാം എപ്പോൾ തുറക്കണമെന്ന്. ദൈവത്തിനറിയാം എപ്പോൾ നിങ്ങൾക്ക് ഒരു ദൈവപ്രവൃത്തി വേണം. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കണം. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇനി നിങ്ങൾ നോക്കി താഴേക്ക് വായിച്ചു വരുന്ന സമയത്ത് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ താഴെ ഭാഗത്തിൽ നിങ്ങൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയെ പറ്റി ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഉപവാസത്തെ പറ്റി പറയുന്നു. പിന്നെ അടുത്ത് വീണ്ടും പറയുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ചില ഉദാഹരണങ്ങളെ യേശുക്രിസ്തു പറയുന്നുണ്ട്. എന്നിട്ട് നോക്കിയേ, ആകാശത്തിലെ പറവയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. എന്നിട്ട് പറയുകയാണെ, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിനൊരു മുഴം കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് വിചാരപ്പെടുന്ന അറിയാവോ? നമുക്ക് പലപ്പോഴും ഇന്നത്തെ നമുക്കത് ദൈവം എപ്പോഴാണ്, പലപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ടാണ് ടെൻഷൻ വരുന്ന അറിയാവോ? ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ്. എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്? എപ്പോഴും ഓർത്തോണം, എനിക്ക് ആവശ്യം എപ്പോഴാണ്. അയ്യോ ബ്രദറെ, ഞാനിപ്പം നിലവില്ല കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക, എന്നിട്ടും ദൈവത്തിന് എന്നോട് എന്തുകൊണ്ടാണ് കരുണ തോന്നാത്തത്? പ്രിയരെ, ദൈവത്തിന് കരുണ തോന്നാന്നിട്ടല്ല, ദൈവം ഉറപ്പായിട്ട് നിങ്ങളെ വിടുവിക്കും. എന്തോ കാര്യങ്ങളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ചില സാഹചര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, വിചാരപ്പെടുന്നതിനാൽ ഒരു നീളത്തോടൊരു മുഴം കൂട്ടുവാനോ. ചിലർ പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്ക് കയറാൻ പോലും തോന്നുന്നില്ല. ഇന്ന് ചിലരിങ്ങനെ മെസ്സേജ് അയക്കും, ബ്രദറെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോലും തോന്നുന്നില്ല. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്തത്? ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു ബ്രദറെ. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ആ വിഷയം മാറിയോ? ഇല്ല. വിഷയത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു അനക്കം സംഭവിച്ചോ? ഇല്ല. അപ്പൊ പ്രാർത്ഥന അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല, കരഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല, ആകുലപ്പെട്ടിരുന്നുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ചിലപ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്തൊരു ആലോചന ഉണ്ടായിരുന്നെങ്കിലോ? ഉദാഹരണമായിട്ട് ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ പൗലോസ്, അപ്പോസ്തല പ്രവൃത്തി ആദ്യത്തെ കാര്യമല്ല, 3-ാം അധ്യായത്തിലെ മുടന്തനെ പറ്റിയല്ല, അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ വീണ്ടും പൗലോസ് ലീഗ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് പൗലോസ് ലീഗ പറഞ്ഞു, കാലൂന്നി എണീക്കാൻ പറഞ്ഞു. ഉടനെ അവൻ എന്ത് ചെയ്തു? കാലൂന്നി എണീറ്റ് അവൻ സൗഖ്യമായി. ഞാൻ ചോദിച്ചോട്ടെ, ആ മനുഷ്യൻ, എൻ്റെ കാല് പോളിയോ വന്നോ എന്തോ ആയിക്കോട്ടെ, ജന്മനാ മുടന്തെന്ന് പറഞ്ഞേക്കുന്നത്, ജനിച്ചപ്പോഴേ അവന് മുടന്തായിരുന്നു. അപ്പൊ അവൻ ചിന്തിക്കുകയോ, പൗലോസ് ലീഗ അവിടെ കൺവെൻഷൻ വെച്ചേക്കും, എന്തിനാ പോകുന്നത്? ഈ പാതിരാത്രി പൗലോസിന്റെ ഒക്കെ പ്രസംഗം എന്ന് പറഞ്ഞാൽ, ബ്രദർ ഇവിടെ 1 മണിക്കൂർ പോകുമ്പോൾ തന്നെ ചിലർക്ക് പേടിയാ. പൗലോസ് ലീഗ ഒരു രാത്രി മൊത്തം നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ, ഒരു മടുപ്പുമില്ല. പൗലോസ് ലീഗയുടെ പ്രസംഗത്തിൽ പങ്കെടുത്ത പിന്നെ തീർന്നു, നമുക്ക് അവിടെ നിന്ന് പോക്ക് നടക്കത്തില്ല. അപ്പം വളരെ നീണ്ട സമയങ്ങൾ പ്രസംഗിക്കുന്ന ആളായിരുന്നു പൗലോസ് ലീഗ എന്ന് പലയിടങ്ങളിൽ കാണാൻ പറ്റും. പക്ഷേ അവിടെ ആ മനുഷ്യൻ ഏത് സമയത്താണെങ്കിലും വീടിൻ്റെ അകത്ത് സ്വസ്ഥമായി കാലൊക്കെ പൊക്കി വെച്ച് കിടന്നുറങ്ങേണ്ട ആള് അത്രയും തിരക്കുള്ള ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വന്നിരുന്നുകൊണ്ട് ഗുണമാണോ ആ മനുഷ്യനുണ്ടായത്, ദോഷമാണോ ഉണ്ടായത്? ഒന്ന് പറഞ്ഞു. ആമേൻ. അതാണ് പ്രാർത്ഥന. നിങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അകത്ത് അവോയ്ഡ് ചെയ്യുമ്പോൾ ഉറപ്പിച്ചോണം, അന്നൊരു അത്ഭുതം ഉണ്ട്.
കാര്യം കാര്യം ഞാൻ പറയാം, അല്ല ബ്രദറെ അന്ന് എന്താ അതുവരെ പ്രവർത്തിക്കാത്ത ദൈവം എന്തുകൊണ്ടാണ് അന്ന് പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതുവരെ വീട്ടിൽ അതുവരെ പ്രാർത്ഥനയ്ക്കകത്ത് കയറിയത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇന്ന് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് കയറുന്ന വീട്ടിലിരുന്ന് കരഞ്ഞാൽ മതി തോന്നിയത്? കാര്യം കരഞ്ഞത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ചിലപ്പോൾ അന്നായിരിക്കും ഒരു ആലോചന കൊണ്ട് നിങ്ങളെ ദൈവം തൊടുന്നത്. അതിൻ്റെ കാര്യം എന്നറിയാവോ? നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ വാക്ക് ശ്രദ്ധിച്ചോണേ, രണ്ടായിട്ട് ഞാൻ ആ വാക്കിനെ ഒന്ന് മുറിക്കുവാണ്. ആവശ്യമുള്ളത് തരുന്ന ദൈവം, ആവശ്യമുള്ളപ്പോൾ തരുന്ന ദൈവം. എനിക്കത് ആവശ്യമെന്ന് ദൈവം അറിഞ്ഞാൽ അപ്പം തന്നെ തുറന്നിരിക്കും. അതുകൊണ്ടാണ് ചില സൗഖ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥന തന്നെ കാണാൻ പറ്റും. ചിലർ പറയും, ബ്രദറെ അയ്യോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇപ്പം എൻ്റെ രോഗം അപ്പം തന്നെ മാറി. ചിലർ പറഞ്ഞു കേട്ടിട്ട്, ഇല്ല ബ്രദറെ ഞാനിങ്ങനെ വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞുകൊണ്ടിരുന്നു, 3 മാസം കൊണ്ട് എനിക്ക് അത്ഭുത സൗഖ്യം ഉണ്ടായി. അതെന്താ ദൈവത്തിന് ആദ്യം പറഞ്ഞ സഹോദരിയെ പോലെ ഉടനെ സൗഖ്യമാക്കാഞ്ഞത്? നമുക്ക് യേശുവിൻ്റെ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കാം. തിമായുടെ മകനായ ബർത്തിമായോട് യേശു പറഞ്ഞു, നിന്റെ കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ സൗഖ്യമായി. എന്നാൽ മറ്റൊരാളോട് പറഞ്ഞു, നിന്റെ കണ്ണിൽ ചേറ് കുഴച്ചിട്ട് ശീലോഹം കുളത്തിൽ പോയി കഴുകിയാൽ സൗഖ്യം വരുമെന്ന്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യനെ അല്ല ഞാൻ മരങ്ങൾ പോലെ കാണുക. അവന് വേണ്ടി 2 വട്ടം പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ വന്നത്? പലയിടങ്ങളിൽ ദൈവത്തിന് അറിയാം എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. നമുക്കാണിത് അറിയാത്തത്, നമ്മൾ ശിശുക്കളാണ്. നോക്കി അടുത്ത വാക്യത്തിൽ പറയുന്നു, ഉടുപ്പിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുവിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനോളം ചമച്ചിരിക്കുന്നില്ല എന്നോട് പറയുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമച്ചുവെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ എത്ര അധികം. നോക്കിക്കേ, അപ്പൊ എന്നെ പറ്റി ബൈബിൾ പറഞ്ഞ ഞാൻ അല്പവിശ്വാസിയാണ്. എന്താണ് ഈ അല്പവിശ്വാസി എന്ന് പറഞ്ഞാൽ? കുറച്ച് വിശ്വാസമുള്ള വ്യക്തി എന്നല്ല അതിൻ്റെ അർത്ഥം. അല്പവിശ്വാസം എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഈ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആൾക്കാരല്ലേ. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പോലെ ഇച്ചിരി വിശ്വാസം എന്നല്ല കേട്ടോ. ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കടുകുമണിയോളം ആ ഫെയ്ത്ത് അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ യേശു പറഞ്ഞേക്കുന്നത് വിമർശനം പോലെയാണ് അല്പവിശ്വാസം. അതായത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം പെട്ടെന്ന് നടന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ പിറുപിറുക്കും. ഇതിനാണ് അല്പവിശ്വാസം എന്ന് പറയുന്നത്. കടുകുമണിയോളം ഉള്ള വിശ്വാസം വേറെ, അല്പവിശ്വാസികൾ. നോക്കി ഇവിടെ ഈ വാക്ക് നോക്കി, അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. അല്പവിശ്വാസികളെ എൻ്റെ അർത്ഥം എപ്പോഴും നമ്മൾ ഭയങ്കര അത് തുടക്കം പോലെ പറഞ്ഞ് വിചാരപ്പെടുന്ന വിശ്വാസികളാണ് നമ്മൾ. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു കാര്യം ഓർത്തോണേ, എല്ലാ ദിവസവും പിതാവിനോട് അടുക്കളയിൽ നിൽക്കുമ്പോഴും സംസാരിക്കുക, ജോലി സ്ഥലത്തിരിക്കുമ്പോഴും സംസാരിക്കുക. അപ്പാ ഇന്ന കാര്യങ്ങളുണ്ടപ്പാ, അപ്പനെല്ലാം അറിയുന്നല്ലോ, എനിക്കറിയാം എൻ്റെ പിതാവ് അങ്ങ് തക്ക സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റി തരും, എനിക്കറിയാം എൻ്റെ പിതാവിന്. അപ്പൊ ഇത് പറയുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഉരുകി മാറും. നമ്മുടെ അകത്തേക്ക് വിശ്വാസത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാവും. നിങ്ങൾ തന്നെ പറയണേ, ഇന്നുള്ളതും ഞാൻ എപ്പോഴും പറഞ്ഞിട്ട്, നിങ്ങൾ രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ അല്ലെ വീട്ടിനകത്ത് നിൽക്കുന്ന, ഇനി ഹൗസ് വൈഫ് ആണെങ്കിലും ആരും ആയിക്കോട്ടെ, നിങ്ങൾ പുറത്തേട്ടൊക്കെ ഇറങ്ങിയിട്ട് രാവിലെ ആ ചെടിയൊക്കെ ഒന്ന് നോക്കണം, നനയ്ക്കണം. ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ആ ചെടി വാടും. പക്ഷെ ആ ചെടി വാടുന്നതിന് മുമ്പ് ഒരു ഭംഗിയില്ലായിരുന്നോ? ഒരു ചെറിയ പൂമോട്ടെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, നല്ല ഭംഗിയുള്ളൊരു ഇലയില്ലായിരുന്നോ? പക്ഷെ അത് വാടിപ്പോയില്ലേ? ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമച്ചുവെങ്കിൽ അല്പവിശ്വാസി എന്നെ എത്ര അധികമായോ. വാക്ക് കണ്ടോ? എന്നെ എത്ര അധികമായി ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും. എല്ലാ കാര്യങ്ങളെയും നിറവേറ്റി തരും ദൈവം. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പഠിക്കണം. നമ്മൾ പിതാവേ എന്ന് വിളിച്ച് പഠിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വലിയ എന്താ പറയുന്നത്, നമ്മളിപ്പം നോക്കി നിൽക്കുന്ന ഒരു ദൈവത്തെ കാണാതെ എൻ്റെ കുറവുകളെ മനസ്സിലാക്കുന്ന, എന്നെ അറിയാവുന്ന, എൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ പോയിട്ട് നിങ്ങൾ മസിൽ പഠിക്കാൻ നോക്കരുതേ. നമ്മൾ ആരും വലിയ ആൾക്കാരൊന്നും അല്ല. എനിക്കിപ്പം 2 വാക്ക് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ നിഗളം വരരുത് കേട്ടോ. താഴ്മ വേണേ. ദൈവസന്നിധിയിൽ നമ്മൾ താഴണേ.
എപ്പോഴും നമുക്ക് ആ മനോഭാവം ഉണ്ടായിരിക്കണം. കർത്താവെ, അങ്ങ് എന്നെ ഉയർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ദൈവമേ അങ്ങ് എന്നെ ഉയർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് പറ. ദൈവമേ ദൈവമേ അങ്ങ് എന്നെ അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ മികവ് കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്, എൻ്റെ പിതാവ് എന്നെ നിർത്തുന്നതുകൊണ്ട്. അതുകൊണ്ട് ദൈവസന്നിധി പോയിട്ട് ഈ മസിൽപിടുത്തമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു അപ്പനോട് ഒന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയോട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? പരാതി പറയുവാണല്ലോ പോയി? അല്ലല്ലോ. നമ്മളെങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ, നിങ്ങളുടെ മാതാവിനോടോ പിതാവിനോടോ സഹോദരങ്ങളോടോ കൂട്ടുകാരോടൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്? ഫോർമാലിറ്റി ഉണ്ട് അവിടെ. എന്നെ ഉണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, അങ്ങനെയാണോ ഇങ്ങനെയാണോ? അല്ലല്ലോ. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്? വളരെ റിലാക്സ് ചെയ്തിട്ടില്ല. നമുക്ക് ചിലപ്പം ഞാൻ വല്ല ഭാരം വരുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല. ദൈവസന്നിധിയിൽ സാന്നിധ്യം വരുമ്പോൾ കരഞ്ഞോണം, അപ്പാ എനിക്ക് സങ്കടം വരുന്നപ്പാ, എനിക്ക് ഭാരം വരുന്നപ്പാ, എനിക്ക് വല്ലാത്ത ഭയം വരുന്നുണ്ടപ്പാ, എനിക്ക് വല്ലാത്ത ടെൻഷൻ വരുന്നുണ്ടപ്പാ. അപ്പാ പിതാവേ, എങ്കിലും അപ്പാ അങ്ങ് എനിക്ക് ഏറ്റവും തക്ക സമയത്ത് ഒരുക്കും, നിങ്ങൾ ഫ്രീ ആകുക. അതാണ് യേശു ഈ വചനം കൊണ്ട് പഠിപ്പിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട, പിതാവ് ഉണ്ട് കേട്ടോ. അതുവരെ യഹൂദന്റെ ഇടയിൽ നിന്നിരുന്ന കൺസെപ്റ്റിനെ യേശു ബ്രേക്ക് ചെയ്യുക. അതുവരെ യഹൂദൻ കേട്ടിരുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു പർവ്വതത്തിൽ ഇറങ്ങിയാൽ ആ പർവ്വതത്തെ തൊട്ടാൽ പോലും കൊല്ലാൻ നിൽക്കുന്ന, മേഘസ്തംഭമായി വെളിപ്പെടുന്ന, അഗ്നി തൂണായി വെളിപ്പെടുന്ന, വെരിവെള്ളത്തിന്റെ ഇരച്ചിൽ പോൽ ശബ്ദമുള്ള, ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് യഹോവ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കേട്ടു പഠിച്ച യഹൂദന്റെ മുമ്പിലേക്ക് യേശു വന്നിട്ട് പറയുക, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. അതുവരെ ഉണ്ടായിരുന്ന സകല കൺസെപ്റ്റുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, അല്പവിശ്വാസിയെ, നിന്നെ എത്ര അധികമാണെന്നറിയോ പിതാവ് സ്നേഹിക്കുന്നത്. അവിടെ പിതാവ് 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 തന്നെ യേശു എടുത്തെടുത്ത് പറയുക. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിക്കേ. എന്നിട്ട് ആ വാതിലൊക്കെ അടച്ചിട്ട് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ചു നേരം എവിടെയാണെന്ന് നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്നുകൊണ്ട് അല്പനേരം ഒന്ന് ദൈവസന്നിധിയിൽ കുറേ കാര്യങ്ങൾ, കൊച്ചിൻ്റെ വിഷയം, ആ വിഷയം, ഈ വിഷയം, ആ വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് സംസാരിക്കുക ദൈവത്തോട്. അപ്പാ പിതാവേ എന്ന് ഒന്ന് സംസാരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും. ശരിക്കും വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തുവാ, നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ പറയും. കൊച്ചെ, എൻ്റെ കർത്താവ്, എൻ്റെ ബ്രദർ, എൻ്റെ കൊച്ചിൻ്റെ പഠിപ്പിൻ്റെ കാര്യം ബ്രദർ പ്രാർത്ഥിക്കണം, അവർ ജോലിയിൽ, അത് ആ രാജ്യത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുവാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ സമാധാനമില്ലാതിരിക്കുവാണ്. നമുക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളങ്ങ് പോവാ. ഒന്ന് സംസാരിച്ച് അപ്പാ പിതാവേ എന്ന് വിളിച്ചൊന്ന് ആരംഭിച്ച മനസ്സങ്ങ് ഉരുകുന്നത് കാണാൻ പറ്റും നിങ്ങളുടെ. അപ്പാ പിതാവേ, അങ്ങനെ അറിയുന്നല്ലോ, അങ്ങനെ സ്നേഹിക്കുന്നല്ലോ, അങ്ങനെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പിതാവായ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ദൈവത്തിന് അറിയാം നിങ്ങളുടെ കുറവുകൾ. അവിടെ പോയി മസിൽ പിടിക്കരുത്. എന്നെ ദൈവത്തിന് നന്നായിട്ട് അറിയാം, ഞാൻ എന്ത് സ്വഭാവക്കാരനാണെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും എൻ്റെ ബലഹീനതകൾ എന്താണെന്നും എല്ലാ കാര്യവും അറിയാം. ശിഷ്യന്മാര് അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല യേശു അവരെ തെരഞ്ഞെടുത്തത്. കർത്താവിനെ അറിയാം, കൂടെ നിൽക്കുന്ന യൂദ, നീ എന്നെ ഒറ്റുവെന്നും, പത്രോസെ നീ എന്നെ തള്ളിപ്പറയുമെന്നും, ക്രൂശിന്റെ സമയത്ത് എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ കർത്താവ് എന്ത് ചെയ്തത്? ഇവരെ എല്ലാം വിളിച്ചത്. അതുകൊണ്ട് അവിടെ വന്ന് അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യനായ പത്രോസ്ലീഹ പറഞ്ഞു, ആരെല്ലാം വിട്ടാലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, പിശാചിന്റെ മകനെ എന്ന് വിളിച്ചു. കാര്യം എന്നറിയാവോ? വെറുതെ ബലം പിടിക്കരുത്, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. നമ്മുടെ ബലഹീനതകളെ നമ്മൾ അറിയണേ. പേടിയുണ്ടെങ്കിൽ പേടിയാന്ന് പറഞ്ഞോണം. കർത്താവ് എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞാൽ ഭയമുണ്ടെന്ന് പറഞ്ഞോണം. പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി വേണമെന്ന് പറഞ്ഞാൽ ശക്തി വേണമെന്ന് പറഞ്ഞോണം. നമ്മുടെ ദൈവസന്നിധിയിൽ വളരെ 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 ഫ്രീ ആകുക. അവിടെ പോയി ബലം പിടിക്കുന്ന പല ആൾക്കാരെയും എനിക്കറിയാം. അയ്യോ കർത്താവേ കർത്താവേ, എന്തിനാ ബലം പിടിക്കുന്നത്? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ നല്ലതായിട്ട് സ്നേഹബന്ധമുള്ളൊരു വ്യക്തിയോട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? നിങ്ങൾ ഫ്രീ അല്ലേ അവിടെ? നിങ്ങൾ അവിടെ എന്ത് സമാധാനത്തോടെ സംസാരിക്കുന്നത്? അതേപോലെ അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ആ പിതാവിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിക്കാം. അപ്പാ അങ്ങനെ നന്നായിട്ട് അറിയുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ വാഴ്ത്തുന്നപ്പാ. ഈ ദിവസങ്ങളിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആരോടും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുതേ. വൈരാഗ്യം എൻ്റെ നന്മകളെ തടസ്സപ്പെടുത്തുവേ. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതിനെ ജ്വലിപ്പിക്കരുതേ.
പകയുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. അതാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ കയ്പുകളൊക്കെ മാറ്റിക്ക്, കയ്പുകളൊക്കെ മാറ്റി. ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് ഏറ്റുപറ ദൈവത്തിന്. കർത്താവേ, ഇല്ല, എനിക്ക് ആ വ്യക്തിയോട് ആ വ്യക്തിയെ കാണുമ്പോൾ ഒന്ന് ചിരിക്കും, ആ വ്യക്തിയെ കാണുമ്പോൾ സ്നേഹബന്ധത്തിലൊന്ന് സംസാരിക്കും. ഇനി ആ വ്യക്തി കൊല്ലാൻ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോയി തലവെച്ച് കൊടുക്കാതെ ആ വ്യക്തിയെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച്, എന്നിട്ട് പിതാവിനോട് സംസാരിക്കപ്പാ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നല്ലോ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പാ, എനിക്കിത് വേണം എന്ന് പറഞ്ഞ്, എനിക്കിത് വേണപ്പാ, എനിക്ക് ആ കാര്യങ്ങൾ വേണപ്പാ. ആ ഒരു കുഞ്ഞുങ്ങൾ വന്നിട്ട് സ്കൂൾ സമയത്ത് എനിക്ക് ബാഗ് വേണപ്പാ, അമ്മ എനിക്ക് പുസ്തകം വേണം, എനിക്ക് കൊട വേണം, എനിക്ക് പുതിയ ചെരുപ്പ് വേണമെന്ന് പറയുമ്പോൾ മിണ്ടാതെ അവിടെ പെരയ്ക്കകത്ത് കയറി ഇരുന്നോ നിങ്ങൾ പറയത്തില്ലല്ലോ. നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? അവരെയും കൂട്ടിക്കൊണ്ട് ആ ഒരു കടയിൽ പോയി അവർക്ക് ഇഷ്ടമുള്ള ബാഗും പുസ്തകങ്ങളും ചെരുപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടല്ലേ ഇതിൻ്റെ അകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലേ? ഇതിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു പിതാവ് എനിക്ക് ഉണ്ടെന്നേ. അതുകൊണ്ട് ആ പിതാവിനോട് നിങ്ങളുടെ മക്കള് നിങ്ങളോട് എങ്ങനെയാണോ വന്ന് ചോദിച്ചത് അതേപോലെ അപ്പനോട് പറ, അപ്പാ എനിക്കത് വേണം അപ്പാ, ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല അപ്പാ, എനിക്കത് വേണം പിതാവേ. അങ്ങയുടെ വചനത്തിൽ എന്നെപ്പറ്റി അപ്പ വചനം പറയുന്നല്ലോ, എന്നോട് വചനം തന്നിട്ടുണ്ടല്ലോ. ആ വചനമൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി ആ മുറിക്കകത്തൊന്ന് ഇരുന്നേ. ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളുടെ മുറിയിൽ ദൂതന്മാർ ഇറങ്ങിയിരിക്കും, നിങ്ങളുടെ വീട്ടിൽ ദൈവിക സമാധാനം വാണിരിക്കും, കർത്താവിൻ്റെ സമൃദ്ധി അവിടെ വെളിപ്പെട്ടിരിക്കും. നന്ദി യേശുവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു രാഹുൽ എന്ന് പേരുള്ള ഒരു തലമുറയെ ദൈവം തുടർന്നു. ആ രാഹുലിനെ ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര് ഞാൻ ആ കുടുംബത്തിന്, ആ വ്യക്തിയെയാണോ അതോ മറ്റൊരു വ്യക്തി അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രാഹുൽ എന്ന് പറഞ്ഞൊരു തലമുറയും ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര് ഞാൻ ആ കുടുംബത്തിൽ കാണുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് എന്നെ കേൾക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആമേൻ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു. സിസ്റ്ററെ, ഈ ഉണ്ണി എന്ന് വിളിക്കുന്ന ആരാ സിസ്റ്ററെ? അതോടെ അങ്ങനെ വിളിക്കുന്നുണ്ടോ അവനെ? ഞാൻ ഈ ഉണ്ണി എന്ന് കൂടെ വിളിക്കുന്ന ഒരു വിളിപ്പേരും കൂടെ സിസ്റ്റർ കേട്ടത്. ആ വീടിന്റെ അകത്തിന് ഹലോ പറഞ്ഞു. ബ്രദർ ഉണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിന്റെ മകനാണ് രാഹുല്. ഉണ്ണിന്നും വിളിക്കും. ആ മോനെ വിശ്വാസത്തിൽ സ്നാനപ്പെട്ടു, ഇപ്പൊ പിന്മാറ്റത്തിലാണ്. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവന്റെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. വീടിന്റെ അകത്ത് നിന്നാൽ പുറത്ത് ഇടതുവശത്തായിട്ടൊരു സ്ഥലം, അത് ചില കടം കയറിയിട്ട് അത് വിറ്റ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക, ഒരടയാളമായിട്ട് കാണിക്കുക. വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇടതുവശത്തൊരു സ്ഥലം, പ്രോപ്പർട്ടി, അത് വിറ്റതാണ്. അതിൻ്റെ അകത്ത് മറ്റൊന്നുമില്ല, സ്ഥലം മാത്രമാണ്. അത് വിറ്റ് കളഞ്ഞു. ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് എന്നെ കാണിക്കുന്നു. ചില കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം വീണ്ടും ചില നഷ്ടങ്ങളെ സംഭവിക്കുമെന്ന് ദുഷ്ടൻ വാദിക്കുന്ന ഒരു മേഖലയെ കർത്താവ് ഇന്ന് മാറ്റുകയാണ്. ഇനിയൊരു നഷ്ടം, ഇനിയൊരു നന്മ നഷ്ടപ്പെടുത്താൻ ഇടവരാതെ വണ്ണം ദൈവം സൂക്ഷിക്കുമെന്ന് പറയുന്നു. ആരാണോ വ്യക്തി ഇന്ന് കേട്ട അടയാളം, സൂമിലാണോ ലൈവിലാണോ എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്താട്ടെ. ദൈവം ഇന്ന് ആ ഭവനത്തെ വിടുവിക്കാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. നഷ്ടങ്ങളെ ദൈവം മാറ്റാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ആമേൻ പറഞ്ഞ് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആലോചനയെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവ്. ഇന്ന് സൂമിലായിക്കോട്ടെ പറയാൻ വേണ്ടി. എന്റെ പേര് പാസ്റ്റേ, ഞാൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞ ആളാണ്. എന്റെ സ്ഥലമാണ് പാസ്റ്റേ. എന്റെ വീട്ടിലോട് ചേർന്നിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇട സൈഡ് 15 സെന്റ് സ്ഥലം ഇപ്പൊ വിറ്റൊക്കെയാണ്. കടഭാരം കയറിയിട്ട് വിറ്റതാണ്. എന്റെ ബ്രദർ മരിച്ചപ്പോ ഞാനൊരു ബിസിനസ്സിന് ഇറങ്ങി. അപ്പം ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയി. അപ്പം 15 സെന്റ് സ്ഥലം വിറ്റു അവിടെ ഇട സൈഡ്. ബ്രദർ, ഇനിയും നഷ്ടം കയറാതെ വണ്ണം ചില കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം ഉണ്ടായ ഒരുപാട് നഷ്ടം. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നഷ്ടമേ വരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ട് നഷ്ടമേ വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു കമ്പനി നിൽക്കുന്നത്. ഞാൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു. ആ ജോലി എനിക്ക് ഇന്നലെ ഒന്ന് സ്ഥിരമായതേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രദറെ, ഈ സ്ഥലം വിറ്റ കാര്യമോ ഇവെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ബ്രദറെ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ അറിയുന്ന.
ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുരുക്ക് കയറി വന്നതാണ്. കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം സാമ്പത്തികത്തിന്റെ അകത്ത് കയറിക്കൂടിയ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെതാണ്. അത് ഇനി ഒരു എന്റെ നഷ്ടം ബ്രദർ സംഭവിക്കത്തില്ല. പറഞ്ഞു. എന്റെ ബ്രദർ ഉറക്കത്തിൽ മരിച്ചതാണ്. കല്യാണത്തിന്റെ ലെറ്റർ അടിക്കണേന്റെ അന്ന് രാത്രി 12:30 മണി കഴിഞ്ഞപ്പോ മരിച്ചൊക്കെയാണ്. ഓ, അങ്ങനെ യേശുവിന്റെ ഒരുപാട് നാമത്തിൽ പ്രതിസന്ധിയിലാണ് പാസ്റ്റർ ഞാൻ കഴിയുന്നത്. ഇന്ന് ആ പിശാശിന്റെ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. നഷ്ടങ്ങളെ കൊണ്ടുവന്നിട്ട് യേശുവിന്റെ നാമത്തിൽ തകർക്കാൻ നോക്കുന്ന സകല പിശാശിന്റെ നുഖങ്ങളും കുടുംബം വിട്ട് ഞങ്ങൾ അഴിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ഇനിയൊരു നഷ്ടം വരാതെ, ഇനിയൊരു നന്മ മുടക്കം വരാതെ കർത്താവെ ആ കുടുംബം സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മേഖലയിലും തഴച്ചു വളരട്ടെ. ഞാൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. നമ്മുടെ ഈ നാട്ടിൽ ഈ ഒരു പ്രത്യേക രീതിയിലൊരു പനയുണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ അറിയത്തില്ല. പനയെന്ന് പറയുന്ന സംഭവം ഈ ഇല ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു പന പോലത്തെ ഒരു പന. അത് വീടിന്റെ അതായത് ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വീടിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ ഇടതുവശത്തോട്ട് നടന്ന് ആ വീടിന്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന പനയുടെ ഇല നിൽക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ചില മരണത്തിന്റെ വാഴ്ചകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറാൻ വേണ്ടി പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ശ്വാസം മുട്ടൽ പോലെ ചില ബുദ്ധിമുട്ടുകൾ ആരുടെയോ ശരീരത്തിൽ എപ്പോഴും വന്ന് ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അടയാളം കണ്ട വീട് സൂമിലുള്ളവരാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തോണം. കർത്താവിന്റെ നാമത്തിൽ പാസ്റ്ററെ, അത് ഞങ്ങളുടെ വീടാ, എന്റെ വീടാ പാസ്റ്ററെ. എന്റെ ഭർത്താവിന് അങ്ങനെ ഇതുണ്ട്, ഇവിടെ പനയും നിപ്പുണ്ട്. ഈ ശ്വാസമുട്ടലിന്റെ ബുദ്ധിമുട്ടുള്ളത് ആരാ അവിടെ? അതിന്റെ അടുത്തൊരു ശ്വാസമുട്ടല് ഭർത്താവിന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കേട്ടോണ്ടിരിക്കുക. അന്നേരം ശ്വാസമുട്ടല് ഉണ്ടാവണുണ്ട് എപ്പോഴും തന്നെ. കൈയെടുത്ത് ഹസ്ബൻഡിന്റെ മേലേക്ക് വേഗത്തിൽ വെച്ച് ഈ പറഞ്ഞ അടയാളം എല്ലാം പറഞ്ഞത് കേട്ടായിരുന്നു. ഭവനത്തിന്റെ യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നപ്പ മരണത്തിന്റെ ശക്തി ആ കുടുംബം വിട്ട് മാറിപ്പോവട്ടെ. സകല പിശാചിന്റെ ശക്തിയും യേശുവിന്റെ നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോവട്ടെ. മരണം നീങ്ങി ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവെ, ഞങ്ങളിന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച ശരീരത്തിന്റെ മേൽ ജയം കൽപ്പിക്കുന്ന രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ആ കുടുംബത്തിന്റെ അകത്തുനിന്നും കർത്താവ് ഈ ദിവസങ്ങളിൽ അവരനുഭവിക്കുന്ന നിരാശകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. തലമുറകളെ കർത്താവെ ഞങ്ങൾ പൊതിയുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ, കർത്താവിന്റെ കൃപ കൊണ്ട് ദൈവം മൂടുന്നതിന് നന്ദി പറയുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവെ, നന്ദി യേശുവേ, നന്ദി കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഇതിനുശേഷം ഞാൻ ചോദിക്കുവേ, ആ വേദനയോട് പറഞ്ഞ് യേശുവിൻ്റെ രോഗത്തെയും വേദനകളെയും ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ ബ്ലഡിലെ ഷുഗറിനോടും പ്രഷറിനോടും ഇനി ക്യാൻസർ അനുഭവിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നതിൽ പറഞ്ഞ് യേശുവിൻ്റെ ഈ രോഗത്തിൻ്റെ പേര് പറ. ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ ആണെന്ന് പറ. എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതാ. എൻ്റെ രോഗം യേശു, ഇന്ന രോഗം അതിൻ്റെ പേര് പറ. യേശു വഹിച്ചതാ. എൻ്റെ ഷുഗർ യേശു വഹിച്ചതാ. എൻ്റെ കൊളസ്ട്രോൾ യേശു വഹിച്ചതാ. എൻ്റെ എല്ലാം ബൈബിൾ പറഞ്ഞ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചതാ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നേ, ഇതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അതവിടെ കാണത്തില്ല. നന്ദി കർത്താവേ. മറ്റൊരു വീട്ടിലെ ഒരു ഫോട്ടോ ഞാൻ കാണുകയാണ്. ഈ കന്യാകുമാരി സ്ഥലത്ത് കടൽ തീരത്ത് ടൂറ് പോയിട്ട് ഇച്ചിരി പഴക്കമുള്ള ഫോട്ടോയാ. അങ്ങനെ ഒരു ഫോട്ടോ ഒരു ആൽബത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു സഹോദരിയെ ഞാൻ കാണും. തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. ആൽബത്തിലാണോ അത് പുറത്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആ ഫോട്ടോയാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ നിർബന്ധം തരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ തലമുറകളെ മേൽ അവകാശവാദങ്ങൾ ഇപ്പോൾ വിട്ടുമാറുകയാണ്. ഇപ്പോൾ ആ കാണുന്ന സഹോദരി, ആ ഫോട്ടോയിൽ ഞാൻ കാണുന്ന സഹോദരിയുടെ തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ
കർത്താവ് ഇപ്പോൾ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു ബ്രദറെ, അത് എന്റെ ആൽബത്തിലാണ്. ഞാൻ സ്കൂളിലുള്ള സമയം ടീച്ചറാണ്, റിട്ടയർഡ്. സ്കൂളിലെ സമയത്ത് കന്യാകുമാരി ടൂർ പോയി അന്നേരം തലയിൽ തൊപ്പി വെച്ചിട്ട് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ അത് എന്റെ വീട്ടിലെ ആൽബത്തിലാണ് ബ്രദറെ. സിസ്റ്ററെ, ഒരു ആൺ തലമുറ ഞാൻ കാണുന്നത് സിസ്റ്ററെ. കല്യാണം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടൊന്നും കല്യാണം ആയിട്ടില്ല ബ്രദറെ. ഇന്ന് അവന് വേണ്ടി ഈ കാര്യമല്ലോ സിസ്റ്ററെ, ഇന്ന് സിസ്റ്റർ അത് കാണുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ കാണുന്നത്. ആ ഒരു സമയത്ത് ആ ഫോട്ടോ എടുത്ത സമയത്ത് ഒരു മനപ്രയാസം ഞാൻ കാണുന്നുണ്ട്. ആ ഫോട്ടോയ്ക്കകത്ത് നമ്മൾ ടൂർ പോയതാണ്, സന്തോഷത്തോടെയൊക്കെ പോയത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു മനപ്രയാസവുമായിട്ടാണ് ടൂറിന് പോകുന്നത് ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഫോട്ടോയ്ക്കകത്ത് ഹസ്ബൻഡിന്റെ പെർമിഷൻ ഇല്ലാണ്ടാ പോയത്. അവര് അങ്ങനത്തെ കാര്യത്തിനൊന്നും സമ്മതിക്കൂല. അവരിപ്പോ മരണപ്പെട്ടു. എത്ര വർഷം മുമ്പുള്ള ഫോട്ടോ രജിസ്റ്റർ ചെയ്ത്? അത് ഞാൻ സർവീസിന് പിരിഞ്ഞിട്ട് തന്നെ ബ്രദറെ 2010 പിരിഞ്ഞ. അപ്പൊ ഇപ്പൊ 25 18-20 വർഷമായിട്ടുണ്ടാവും. ഓ സ്വോത്രം. 20 വർഷം മുമ്പുള്ള ആ ഒരു ചിത്രവും സിസ്റ്ററുടെ മനസ്സിന്റെ അകത്തുള്ള ഭാരവുമാണ്. ഓ സ്വോത്രം. ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ ഈ ആലോചന. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ ആ ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. ആ തലമുറയെ ഇന്ന് അവന്റെ ഭാവിയെ അടച്ചിരിക്കുന്നത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഞാൻ ലിസി എന്ന് പറയുന്ന ഒരു മൂത്ത സഹോദരിയുള്ള, ലിസി എന്ന് പേരുള്ള മൂത്ത സഹോദരിയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിലോട്ട് കർത്താവ് പറയുകയാണ്. ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നു. ഈ ലിസിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പം സാറ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവിൻ്റെ ഉള്ളത്തിൽ അത് ബന്ധപ്പെടുത്തി കാണിക്കുകയാണ്. ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റിയത് ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിക്കാം. നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. ലിസി എന്ന് പറയുന്ന മൂത്ത അതായത് ഇപ്പൊ കേൾക്കുന്ന ആളുടെ സഹോദരിയാണ് ലിസി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇന്ന് സൂമിലായിക്കോട്ടെ, ഇന്ന് യൂട്യൂബിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവിന്റെ സമാധാനം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. സകല പ്രതികൂലങ്ങളെയും യേശുവിന്ന് എടുത്തു മാറ്റുന്നു. കർത്താവിന്റെ സമാധാനം ഉള്ളത്തിൽ നിറയ്ക്കുന്നപ്പ നന്ദി പിതാവേ. എന്റെ മൂത്ത സിസ്റ്ററാണ് ലിസി. ഈ പറഞ്ഞത് സിസ്റ്ററുടെ മൂത്ത സഹോദരി. എന്റെ മൂത്ത സിസ്റ്ററാണ് ലിസി എന്ന് പറയുന്നത്. ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ഈ സാറ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു 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 തടസ്സം പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ആ വ്യക്തി. ചിലപ്പോൾ നിങ്ങൾ ഓർമ്മയുള്ളതായിരിക്കത്തില്ല, ഇച്ചിരി പഴക്കമുള്ളതാണ് ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ തടസ്സം ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോണ്. രണ്ടുപേരെ ഇന്ന് സഹോദരിനെയും ഇപ്പൊ പറഞ്ഞ് കേൾക്കുന്ന സഹോദരനെയും ഇപ്പൊ പറഞ്ഞ ലിസി സഹോദരിനെയും രണ്ടുപേരെയും ചേർത്ത് ദൈവം ഒരു വഴി തുറക്കാൻ വേണ്ടി പോവാണ്. ഈ സാറ എന്ന് പറഞ്ഞത് തടസ്സമായി നിൽക്കുന്നതിനെ യേശു എടുത്തു മാറ്റുന്നു. അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി. ആമേൻ പറഞ്ഞ സിസ്റ്റർ അത് ഏറ്റെടുത്തു. യേശുവിന്റെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ സകല പ്രതിസന്ധികളും നീങ്ങട്ടെ, സകല പ്രതികൂലങ്ങളും മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് ഈ സമയത്ത് രോഗികൾ നിങ്ങൾ കൈ വെച്ച് പറഞ്ഞ് നോക്കി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. ഈ സമയത്ത് വേദന മാറിയെന്ന് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശരീരത്തിൽ നിന്ന് എനിക്ക് ആ വേദന വിട്ടുമാറി എന്ന് അനുഭവിക്കുന്ന, ആ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറിയെന്ന് അനുഭവിക്കുന്ന ആരെങ്കിലും ഇപ്പൊ ഇതിൻ്റെ അകത്തുണ്ടോ? നിങ്ങൾക്കത് ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്ന അവസരമാണ്. ഇന്ന് അതിനു മുമ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. യേശുവെ, എൻ്റെ ആ വേദനയുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്നവർക്കും ഈ കൂട്ടത്തിൽ മ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കും. പറഞ്ഞോ ബ്രദർ. എന്റെ പുറത്ത് 2-3 ദിവസമായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക്, നടുക്ക തന്നെയായിട്ട്. അപ്പൊ ഇപ്പൊ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ വേദന നിന്ന് വിട്ടു മാറണം തന്നെ. പക്ഷെ എനിക്കിപ്പോ അത് തോന്നുന്നില്ല. നല്ലോണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കി. ഇപ്പൊ വേദന ഇല്ല? ഇല്ല. ഓ സ്തോത്രം കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി ഉറപ്പിക്കുന്ന നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ നമ്മുടെ പണ്ടൊക്കെ ഇങ്ങനെ ഒരു ആലയുണ്ടായിരുന്നു. ആലയെന്ന് പറഞ്ഞാൽ ഈ കത്തിയും മറ്റുമൊക്കെ ഇങ്ങനെ കാച്ചുന്ന ഇതിങ്ങനെ നിർമ്മിക്കുന്ന ഒരു ആലയെന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ. ഞാൻ ഈ പറയുമ്പം നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ പല ജില്ലയിലും പല രീതിയിലാണ് ഇത് പറയുന്നത്. കത്തിയും മറ്റു വാക്കത്തിയൊക്കെ ഉണ്ടാക്കുന്ന പണ്ടത്തെ കാലത്ത് ഒരു ആലയുണ്ടല്ലോ, അതിങ്ങനെ തീക്കകത്ത് ഇങ്ങനെ ഊതി പഴിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ആല, അത് ഞാൻ കാണുന്നൊരു കാഴ്ച. അങ്ങനത്തെ ഒരു ആലയുള്ളൊരു സ്ഥലം, അത് ഇടതുവശത്താണ്. ആല കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് വലതുവശത്തോട്ടൊരു സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് കയറുന്ന, അത് കുറച്ചും കൂടെ മുമ്പോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വലതുവശത്തോട്ട് കയറി കൊല്ലപ്പൂർ എന്നൊക്കെ പറയും അല്ലേ, വലതുവശത്തോട്ട് പോകുന്ന വഴിക്കൊരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എപ്പോഴും ഈ നിരാശ മനസ്സിൽ പിശാച് കൊണ്ടുവന്നിട്ടിട്ട്, മനസ്സിൻ്റെ അകത്തൊരു നിരാശ കൊണ്ടുവന്നിട്ടിട്ട് എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ചില വാക്കുകളും ചിന്തകളും മനസ്സിൽ വരും. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റ മുറിവ്, ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കയറിയ ഒരു മുറിവ് ഇപ്പോഴും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട്, ഇപ്പോഴും നിരാശയിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്ന് സ്പർശിക്കുകയാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം സുജാത എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ ഒരടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയെ കണക്ട് ചെയ്ത് സുജാത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ ബന്ധപ്പെടുത്തി കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ സുജാത ഇങ്ങനെ മുഖാമുഖം എപ്പോഴും വരുന്നതായിട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ഈ കേൾക്കുന്നതിൽ സൂമിലോ ലൈവിലോ ഇന്ന് ആ വ്യക്തിയുമായിട്ടുള്ള ഈ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ആളാണെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആമേൻ പറഞ്ഞ് ദൈവിക ആലോചനയെ സ്വീകരിക്കാം. ഹൃദയത്തിലേറ്റ മുറിവുകൾ ഭാരമായി കയറി സ്വസ്ഥതയെ കെടുത്താൻ നോക്കുന്ന, സമാധാന അന്തരീക്ഷത്തെ കെടുത്താൻ നോക്കുന്ന സകല വിഷയത്തിൻ്റെ മേലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദിവ്യ സമാധാനത്തെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ഇന്ന് സൂമിലാണ് ആ വ്യക്തി കേൾക്കുന്നതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് നിങ്ങൾ ആലോചനയെ സ്വീകരിച്ചാട്ടെ. കർത്താവിലുള്ള സമാധാനം ഇപ്പോൾ ഉള്ളത്തിൽ പറഞ്ഞു. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അതെ, ഞാൻ അത് ഏറ്റെടുക്കുന്നു. സുജാത എന്റെ സഹോദരന്റെ വൈഫാ. ഈ പറഞ്ഞ അടയാള സിസ്റ്റർ കേട്ടായിരുന്നോ? കേട്ട്. അതെന്റെ വീടാ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് വിടുവിക്കുകയാണ്. കാലങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ സകല മുറിവുകളും മാറട്ടെ, സമാധാന ഉള്ളത്തിൽ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഈ സമയത്ത് സൗഖ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്ന എനിക്ക് അനുഭവിക്കാൻ പറ്റും. ബ്ലഡിലെ കൗണ്ടുകൾ പിടിച്ചു കെട്ടുന്നു യേശുവിൻ്റെ നാമത്തിൽ. വലിയ ദിവ്യ ആരോഗ്യം ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നു. കാലുകൾക്കകത്ത് ഞരമ്പുകൾ ഇങ്ങനെ തടിച്ചു കിടക്കുന്ന ചില വ്യക്തികളുടെ ശരീരത്തിൻ്റെ മേൽ ഇൻസ്റ്റന്റ് സൗഖ്യം, അതും ഫുള്ളായിട്ട് മാഞ്ഞു പോവുക. അത് പൂർണ്ണമായി മാഞ്ഞു. വേദനയിൽ നിന്ന് മോചനം ഉണ്ടാവുക. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഇന്ന് മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും. വിളിച്ചു പറ, ദൈവരാജ്യത്തിന്റെ ശക്തിക്കകത്ത ഞാൻ നിൽക്കുന്നത്. യേശുവുമായിട്ട് എനിക്ക് ബന്ധം, യേശുവുമായിട്ട് എനിക്ക് ബന്ധം, പിതാവായ ദൈവമായിട്ട് എനിക്ക് ബന്ധം. നന്ദി കർത്താവേ. ഓ യേശുവേ, നന്ദി കർത്താവേ. ഞാൻ 2 വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം എന്നെ കാണിക്കുകയാണ്. ഈ ഒരു സഹോദര കുടുംബമാണ്. ഒരു സന്തോഷിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് സാബുവിനെയും ദൈവം എന്നെ കാണിക്കുന്നു. സന്തോഷ്, സാബു സഹോദര കുടുംബങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ 2 ഭവനങ്ങളെ ചേർത്ത് ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ പറയുന്ന കലഹത്തിൻ്റെ ദുരാത്മാക്കളെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുമ്പോൾ ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേൾക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് ആ കുടുംബത്തിന് മേൽ ഉണ്ടാകാൻ വേണ്ടി, നിങ്ങളെ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകും. നിങ്ങളുടെ പ്രാർത്ഥന ആ കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ, നന്ദി കർത്താവേ. ഇന്ന് സൂമിലോ ലൈവിലോ ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ ആലോചനയെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ സമാധാനത്തെ സ്വീകരിച്ചാട്ടെ. ദൈവിക സന്തോഷത്തെ സ്വീകരിച്ചാട്ടെ. നന്ദി കർത്താവേ. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. മ്യൂട്ട് മാറ്റിയവര് പറയാനാണെങ്കിൽ ഉറക്കെ പറയണേ, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തു. യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സന്തോഷം എന്റെ മോന്റെ ഭർത്താവാണ്. സാബു എന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ്, സഹോദരനാണ്. കുടുംബത്തിന്റെ അകത്ത് കലഹത്തിന്റെ യേശുപ്പ. സന്തോഷം മോളുടെ ഭർത്താവ്, സാബു ആങ്ങള.
ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കലഹത്തിന്റെ വിഷയങ്ങളെ ദൈവം എടുത്ത് മാറ്റി സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, ദിവ്യ സമാധാനത്തിന് നന്ദി കർത്താവേ, ദിവ്യ സമാധാനത്തിന് നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഓ ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഉള്ളത്തിലേക്ക് ഒരു വാക്ക് പറയുകയാണ്. ഒരു ജയേഷിന്റെ ഭവനത്തെ, ജയേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ അകത്തുനിന്നും ഒരു അനർത്ഥം വിട്ടുമാറുന്ന ഒരു കാഴ്ച കർത്താവ് അവിടെ കാണിക്കുകയാണ്. ജയേഷിന്റെ ഭവനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതായത് ബോംബെയിൽ ജോലി ചെയ്തൊരു കാലഘട്ടം കർത്താവ് എന്നെ കാണിക്കുന്നു. അതിനുശേഷം ബോംബെയിൽ നിന്നും നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാനൊരു കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം, ബോംബെയിൽ നിന്നും വന്നതിന് ശേഷം നാട്ടിൽ താമസം ആരംഭിച്ചു. പക്ഷെ താമസം ആരംഭിച്ചതിന് ശേഷം ശാരീരികമായിട്ട്, പ്രത്യേകിച്ച് ഒരു വശം, ഇടതുവശത്ത് ചില രോഗ അസ്വസ്ഥതകൾ സംഭവിക്കുകയും ശരീരത്തിന്റെ അകത്ത് ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം ആ ഭവനത്തിന്റെ അകത്ത് തന്നെ തഴച്ചിടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ മെറൂൺ കളർ, അതായത് റെഡ് അല്ല ബ്ലാക്കും അല്ല, മെറൂൺ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു റെഡും ഈ ഒരു പ്രത്യേക രീതി നമ്മൾ ചില ഈ കസേരയ്ക്കും തടിക്കും ഒക്കെയുള്ള ഒരു മെറൂൺ, ഒരു പോളിഷ് ചെയ്യുന്നൊരു കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫയല്, കട്ടിയുള്ളൊരു ഫയല് ആ ഒരു ഭവനത്തിൽ ഇരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ ഫയലിനകത്തിരിക്കുന്ന 6ാമത്തെ ഒരു പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനം ഇന്ന് എന്നെ സൂമിലോ ലൈവിലോ കേൾക്കുന്നുവെങ്കിൽ ആ പേപ്പർ എടുക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൈവച്ചാട്ടെ. നിങ്ങൾക്ക് ബുദ്ധിയിൽ തോന്നിയേക്കാം അതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെ സംഭവിക്കാനാണ്. പക്ഷെ കൈ എടുത്തു വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ബ്ലസ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഇതിനൊരു അനുഗ്രഹമായി തീരുമെന്നൊന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ അടയാളം ഇന്ന് സൂമിലാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. അല്ല, ലൈവിലാണിത് കേൾക്കുന്നതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതൊന്ന് എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ, ദൈവാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ, കർത്താവെ ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ സമാധാനം ഇപ്പോൾ ആ കുടുംബത്തിന് മേലുണ്ടാകട്ടെ. സകല പ്രതിസന്ധി, നിങ്ങൾ പറയാനുള്ളവരല്ലാതെ ആരും മ്യൂട്ട് മാറ്റല്ലേ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഈ ആലോചന നിങ്ങളുമായിട്ട് ഇടപെടുന്നെങ്കിൽ മാത്രം, അങ്ങനെയുള്ളവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി സംസാരിച്ചാൽ മതി. ബാക്കി ആരും മ്യൂട്ട് മാറ്റല്ലേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ, അത്ഭുതകരമായ പ്രവർത്തിക്ക് നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്നിപ്പോൾ തന്നെ ആ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗബന്ധന ശക്തികൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നല്ലോ, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നല്ലോ. യേശുവിൻ്റെ സമാധാനം ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. തലമുറകളുടെ ഭാവിയെ അടച്ചത്, നന്മയെ അടച്ചതും കടഭാരം കൊണ്ടുവന്നിട്ട് സ്വസ്ഥത കളഞ്ഞ സകല വിഷയത്തിൻ്റെ മേൽ ജയമെടുക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ദിവ്യ സമാധാനത്താൽ അവരെ നിറയ്ക്കുന്നല്ലോ, ദിവ്യ സമാധാനത്താൽ അവരെ നിറയ്ക്കുന്നല്ലോ. ഞങ്ങളിപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങ് അവരെ വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി, സമാധാനവും സൗഖ്യവും നിറയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി. ഞാൻ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അവർ അതിരുകൾ വിസ്താരമാകട്ടെ, നന്മ കൊണ്ട് നിറയട്ടെ, വിശാലത ഉണ്ടാകട്ടെ, സകല പ്രതികൂലങ്ങളും മാറട്ടെ. ഇപ്പോൾ ഈ നിമിഷം തന്നെ ജോലിയിടങ്ങളിൽ കർത്താവെ ഭാരമായി വിഷയങ്ങളായി നിൽക്കുന്നവർ ആത്മാവിൽ ഞങ്ങൾ ആ പിശാചിനെ വെട്ടിമാറ്റുന്നപ്പ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കളെ ഇറക്കി വിടുന്നപ്പ, രോഗശക്തികളെ ഞങ്ങൾ ഇറക്കി വിടുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ,
ഈ ദിവസം വലിയ ദൈവപ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ ഈ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ ബൈബിൾ പറഞ്ഞ എൻ്റെ ഭക്തന്മാർക്ക് അവൻ ഉറക്കത്തിൽ നന്മ കൊടുക്കുമെന്ന് പറഞ്ഞത് നന്മകളാൽ നിറയ്ക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾക്ക് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒന്ന് ചെക്ക് ചെയ്താട്ടെ, രോഗമുള്ളവർ വേദനയുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് ആ വേദന അവിടെ ഇല്ല. യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. വലിയ പ്രവർത്തികളാൽ സ്വർഗം നിങ്ങളെ നിറച്ചിരിക്കുന്നു. ദിവ്യ സമാധാനത്താൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. നമുക്കിപ്പോൾ സാക്ഷ്യമുള്ളവർക്കുണ്ടെങ്കിൽ അതിന് പറയാനുള്ള അവസരമാണ്. ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഒരാൾ പറയുമ്പോൾ ഏറ്റെടുത്താൽ മതി, എടുത്തു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒരുമിച്ച് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വർധന ഉണ്ടാകും. ഇത് പിരിവല്ല, ബ്രദറിന് കൊടുക്കുന്നതല്ല, കർത്താവായ യേശുവിൻ്റെ രാജ്യത്തിൽ വിതയ്ക്കുന്നതാണ്. അത് എനിക്കൊരു അനുഗ്രഹമാണ്. കണക്ക് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവം എനിക്കത് അമർത്തി കൊടുക്കുന്ന ഒരളവ് എൻ്റെ മടിയിൽ തരും. കിട്ടാൻ വേണ്ടിയല്ല, എന്നെ അനുഗ്രഹിച്ചതിൻ്റെ അകത്തുനിന്നും ഞാൻ കൊടുക്കുന്നു. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പറയണം. നിങ്ങളുടെ സാക്ഷ്യം എന്താണോ ദൈവം ചെയ്തത് അത് ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഒരു മിനിറ്റ് ഞാൻ സിസ്റ്റർ, ഇന്ന് ഒരു സെക്കൻഡ് സിസ്റ്റർ, ഒരു മിനിറ്റ്. ഞാൻ ഒന്ന് നമ്മുടെ മൈക്ക് ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് സിസ്റ്ററെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എക്കോ വരുന്നുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, ഞാൻ ഇന്ന് എനിക്ക് ഈ പ്രയറിന് ഇന്ന് സൂമിൽ ഇരിക്കാനൊന്നും പറ്റുമെന്ന് വിചാരിച്ചില്ല. അത്ര ശരീരമാകെ ഭയങ്കര വെയിറ്റും ഭാരവും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, അങ്കമാലിയിലേക്ക്. പക്ഷെ എന്നെ ഈ പ്രയർ കഴിഞ്ഞ് ഇതിപ്പോ എന്റെ ശരീരം ഫുള്ളും ഫ്രീ ആയി ബ്രദറെ. കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. ആമേൻ. കർത്താവ് അങ്ങ് പ്രിയമോള് പറഞ്ഞ പോലെ തന്നെ ശരീരം ക്ഷീണത്താൽ ഭാരപ്പെട്ടു. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആ വചനത്തിന്റെ ശക്തിയാൽ പ്രിയമോൾക്ക് ഇപ്പൊ എല്ലാ ക്ഷീണവും മാറി, ശരീരത്തിന്റെ മേൽ ബലം വ്യാപരിച്ചു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? ബ്രദറെ, പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ ദിവസമേ ഞാൻ എന്റെ കണ്ണ് വയ്യാന്നും പറഞ്ഞ സാക്ഷ്യം പറഞ്ഞായിരുന്നു. എന്റെ കണ്ണിന് ഇതുപോലെ വേദനയാ, ചെവിക്കകത്ത് നരമ്പിന്റെ പ്രശ്നം. അതുപോലെ മിനിഞ്ഞാന്ന് എന്റെ കണ്ണിൽ ഇതുപോലെ ഒരു കുരു വന്നു, അത് പൊട്ടിപ്പോയി. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ കണ്ണാണെങ്കിൽ ചുമന്ന് കളയുക. എല്ലാവരും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, ഞാൻ പോയില്ല. എനിക്ക് ഈയിടെ ഈ പ്രാർത്ഥനയ്ക്ക് കയറിയ പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നൊരു ചിന്തയില്ല. പ്രാർത്ഥിച്ച് ഇപ്പൊ ഇച്ചിരി ചുമപ്പ് മാറിയിട്ടുണ്ട്, പിന്നെയും ചുമന്ന് കിടക്കുന്നുണ്ട്. ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പൂർണ്ണമായിട്ട് മാറാൻ. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ രോഗം ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ആ രോഗബന്ധനം ശരീരത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. ഓക്കെ ബ്രദർ. എന്താണ് പറഞ്ഞു. രാഹുൽ വീട്ടിൽ വിളിക്കുന്നത് ഉണ്ണി എന്ന് പറയുന്ന എന്റെ ബ്രദറാണ്. ഇപ്പൊ ഇതില് ഞങ്ങളുടെ ആന്റി സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ വചനത്തെ പാസ്റ്റർ പറഞ്ഞ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. വലിയ സാക്ഷ്യമായിട്ട് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇതുപോലെ പാസ്റ്റർ ഇതിനു മുന്നും ഞാൻ മീറ്റിംഗിൽ കയറിയ സമയങ്ങളിലൊക്കെ ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരും ആ വിഷയവും പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. ബ്രദറെ, ഞാൻ ഇതെന്റെ കസിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. അവൾ കഴിഞ്ഞ ദിവസം ഒരു സർജറിക്ക് വിധേയായിരുന്നു. അവളുടെ ഒരു ബ്രസ്റ്റിൽ ഒരു ലംബ് വന്നിട്ട് സർജറി ചെയ്തു. അപ്പൊ സർജറി ചെയ്തപ്പം ആ ലംബ് ഇച്ചിരി വലുതാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പൊ അതിന്റെ റിസൾട്ട് വന്നു. ഒരു കുഴപ്പമില്ല. ദൈവം അവൾക്ക് അത്ഭുതകരമായ ഒരു സൗഖ്യം കൊടുത്തു. ഞാൻ ദൈവത്തിന് 1000 നന്ദി കർത്താവ്. നന്ദി കർത്താവ്, അങ്ങ് കൊടുത്ത വിടുതലിന് നന്ദി. അനർത്ഥം വരാതെ ദൈവം സൂക്ഷിച്ചതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. ബ്രദറെ, പറഞ്ഞു.
ഇന്നലെ ബ്രദർ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോസഫ് എന്ന ഒരു അപ്പൻ 30 വർഷത്തിന് മുകളിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അവിടുന്ന് മാറി വേറൊരു വീട്ടിലാണ്. അത് ഇപ്പൊ അപ്പച്ചനില്ല. എന്ന രോഗങ്ങളും വീട് മാറിയിട്ടും അവിടുന്ന് രോഗങ്ങളും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുമായിരുന്നു. അപ്പം അത് ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. എൻ്റെ അപ്പച്ചൻ ഈ ഏപ്രിൽ മാസത്തിലാണ് മരിച്ചു പോയത്. അപ്പച്ചൻ മരിക്കുന്നവരെ അപ്പച്ചൻ്റെ കാലിൽ രോഗമായിട്ട് വെരിക്കോസാന്ന് പറയുന്നു. പക്ഷെ പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അതൊന്നും മാറുകയൊന്നും ചെയ്തില്ലായിരുന്നു. പറമ്പിൽ പോയി കഴിഞ്ഞാൽ കാലിങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ കത്തി കൊണ്ട് വരെ ചാച്ചൻ ചൊറിഞ്ഞ് ഇങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെ അതുപോലെ ചൊറിച്ചിലായിരുന്നു ആ രോഗം. ആ ചാച്ചൻ പെട്ടെന്ന് മരിക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് മരണത്തിന് ശേഷം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ സഹോദരങ്ങൾ തമ്മിൽ ഞങ്ങൾ 4 പേരാണ്. 4 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. സ്വത്തിന്റെ പേര് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഓരോ അന്ന് ചാച്ചന്റെ ബോഡി മറവ് ചെയ്ത് അന്ന് വൈകിട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അത് ഇന്നും തീർന്നിട്ടില്ല. ഇങ്ങനെ തുടർന്ന് പരസ്പരം വാശിയും വൈരാഗ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുക ബ്രദറെ. എനിക്ക് മൂത്ത സഹോദരനും വലിയ വാശിയും വൈരാഗ്യം ഇല്ല. പക്ഷെ രണ്ട് സിസ്റ്റർമാരുണ്ട്. അവർക്ക് 2 പേർക്കും ഭയങ്കര വാശിയും വൈരാഗ്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും ബ്രദർ. അതിനകത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ പിശാചിന്റെ തന്ത്രങ്ങളെ അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി വരുമെന്നിങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ട്. അത് കഴിഞ്ഞ കാലഘട്ടത്തെയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. യേശുവിന്റെ നാമത്തിൽ പിന്തുടർന്ന് വരുന്നതിനെ കർത്താവ് എടുത്ത് മാറ്റുന്നതാണ് പറഞ്ഞത്. അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ സമാധാനത്താൽ ദൈവം നിറയ്ക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞോ. ബ്രദർ പറഞ്ഞായിരുന്നല്ലോ ഒരു ആലോചന പറഞ്ഞു, ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു. അത് ഞാൻ ഓൺലൈനിലായിട്ട് ബൈബിള് മേടിച്ചാൽ അത് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ബ്രദർ. അതെനിക്ക് ഏറ്റെടുക്കാവോ? സിസ്റ്റർ, ഇൻഡെക്സ് എന്നുള്ളൊരു ബ്രോഷറാണ് കഴിഞ്ഞ ദിവസം കണ്ടെന്ന് പറഞ്ഞത്. ബ്രോഷറാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ്. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദർ, എനിക്കുണ്ട് സാക്ഷ്യം പറയാൻ. പറഞ്ഞു. എന്റെ ചേച്ചിക്ക് ഞാൻ ഇതിനു മുമ്പ് ഈ പ്രെയർ കൊടുത്തിട്ടുണ്ട് ബ്രദർ. അപ്പൊ ഒരു ദിവസം ബ്രദറിനെ വിളിച്ചതുമാണ്. ഇന്ന് ഞങ്ങളുടെ സംസാരത്തിലെ ചേച്ചി എനിക്ക് തന്നത്, നീ സേവിക്കുന്ന നിന്റെ ദൈവത്തെ എനിക്ക് തന്നതിന് ശേഷം എന്റെ ജീവിതത്തില് സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തെന്നില്ലാത്ത ഒരു സമാധാന ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആ വചനങ്ങൾ കേൾക്കും എന്ന് പറഞ്ഞ് ബ്രദറിലൂടെ തരുന്ന ആ ശക്തിയും ബലവും ദൈവത്തിന്റെ വചനം തരുന്ന ഞങ്ങൾക്ക് എന്നും ഒരു ഉണർവാണ് ബ്രദറെ. ബ്രദറിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിനെ കൊടുത്ത കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന ഇടയായി തീർന്നു. ദിവ്യ സമാധാനം കർത്താവ് കൊടുത്തല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. പറഞ്ഞോ കേൾക്കുന്നുണ്ട്. ഇന്നലെ നെടുമങ്ങാട് ഒരു പ്രവചനം ബദർ പറയുകയുണ്ടായി. അത് ഞാനാണ്. സ്ഥലം വിൽക്കാനിട്ടിട്ട് അത് ആരും വരവോ. നാളെ 2 പേര് വരുന്നുണ്ട്. ബദറെ, അതൊന്ന് വിറ്റ് കിട്ടി നമുക്കൊരു ഭവനത്തിന് വേണ്ടിയുള്ള ഇതാണ്. ഇന്നലെ പറഞ്ഞ ആലോചന പറഞ്ഞ നെടുമങ്ങാട് ഒരു സ്ഥലം കാണുന്നു. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ആ വിഷയത്തിന്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടോ. അത്ഭുതകരമായ പ്രവർത്തിക്കാൻ വേണ്ടി പോകുക യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ?
പാസ്റ്ററെ എനിക്കൊരു വിഷയം പറയാനുണ്ട്. ഇന്നലെ രാത്രിയില് ഞാൻ 2 മണിയായപ്പോഴത്തേന് എന്റെ കൈ ഷോൾഡർ ഇങ്ങനെ ഒടിച്ച് പറിക്കുന്ന വേദനയും ഇങ്ങനെ പാമ്പ് ചീറ്റുന്ന പോലെ ചീറ്റുക. പിന്നെ എന്റെ ശരീരം മുഴുവനും വേദന കൊണ്ട് എന്റെ കാലിലും ഇങ്ങനെ വന്ന് നീര് വന്നിട്ട് ഇങ്ങനെ ചുറ്റി പണിഞ്ഞു കിടക്കുക. അത് ഭയങ്കര തീ കൊണ്ട് കുത്തുന്ന പോലെ വേദന. എത്ര പ്രാർത്ഥിച്ചിട്ടും അത് മാറുന്നില്ല. രാത്രി അതിന് ശേഷം പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ പറഞ്ഞോണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവലത്തും ചവിട്ടാൻ കർത്താവ് എനിക്ക് അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്ന വചനത്തിൽ അനുഗ്രഹിക്കുന്നു. ആ വിഷയം വിട്ടുമാറിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവർത്തികളാൽ സ്വർഗം നിറയ്ക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ തുടർമാനമായിട്ട് പിന്നെയും കേൾക്കാം. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. എല്ലാ ദിവസത്തെ പോലെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ